ഒരിക്കൽ ഒരു തേൾ മരച്ചില്ലയ്ക്ക് താഴെ കുടുങ്ങിപ്പോയി. ദുർബലനായ ആ തേളിന് മുറിവേറ്റു. അതിന് ചലിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഒരു കഴുത ആ വഴി വരികയും അതിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം മുറിവേറ്റ ആ തേളിനെ കഴുത തൻ്റെ പുറത്തേറ്റി അതിൻ്റെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടം വൃത്തിയാക്കി പുല്ലൊരുക്കി തേളിന് വാസസ്ഥലം കൊടുത്തു. അതിനുശേഷം അതിൻ്റെ മുറിവുകളൊക്കെ പരിചരിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ തേൾ പുറത്തു പോകാൻ ഒരുങ്ങി. അപ്പോൾ അതിനെ തടഞ്ഞുകൊണ്ട് കഴുത പറഞ്ഞു, നിന്റെ മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ല, നീ എങ്ങോട്ടാണ് പോകുന്നത്? തേളിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, എനിക്ക് നദിക്കരയിലെ നനഞ്ഞ മണ്ണുപയോഗിച്ച് എൻ്റെ മുറിവുണക്കണം, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. നിനക്ക് വേണ്ടി ഞാൻ പോയി മണ്ണ് കൊണ്ടുവരാമെന്ന് കഴുത പറഞ്ഞു. തേൾ ഒന്നും മിണ്ടിയില്ല. നദിക്കരയിലേക്ക് പോയ കഴുത മണ്ണ് കൊണ്ടുവന്ന് തേളിനെ പരിചരിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മുറിവുണങ്ങി തുടങ്ങിയപ്പോൾ തേൾ പുറത്തേക്കിറങ്ങി. അപ്പോൾ ഒരു കോഴി ഓടിയെത്തി അതിനെ ആഹാരമാക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവിടെ എത്തിയ കഴുത കോഴിയെ ഓടിച്ചു വിടുകയും തേളിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്പോഴും തേൾ ഒന്നും മിണ്ടിയില്ല. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തേളിൻ്റെ മുറിവ് പൂർണ്ണമായി ഉണങ്ങുകയും അവൻ ആരോഗ്യവാനായി പുറത്തേക്കിറങ്ങാൻ തയ്യാറെടുക്കുകയും ചെയ്തു. കഴുതയ്ക്ക് വലിയ സന്തോഷമായി. അവൻ തേളിനോട് പറഞ്ഞു, വരൂ, എൻ്റെ പുറത്തു കയറൂ, ഞാൻ നിന്റെ വാസസ്ഥലത്തെത്തിക്കാം. പക്ഷേ അടുത്ത നിമിഷം തേൾ തൻ്റെ വാലുയർത്തി കഴുതയുടെ കാലിൽ കുത്തി. കഴുത ഉറക്കെ കരഞ്ഞു. അവൻ ആകെ തകർന്നു പോയി. കണ്ണീരോടെ അവൻ ചോദിച്ചു, ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ചവനല്ലേ, നീ ഇതൊക്കെ ഇത്ര പെട്ടെന്ന് എങ്ങനെ മറന്നു? തേളിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാൻ ഒന്നും മറന്നിട്ടില്ല, പക്ഷേ ഞാൻ നിന്നോട് യാതൊരു സഹായവും ചോദിച്ചിരുന്നില്ല. ഈ ലോകത്ത് പലർക്കും നാം അവർക്ക് ചെയ്യുന്ന നന്മയെ വിലമതിക്കാൻ അറിയില്ല. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് നല്ലത് തന്നെ, പക്ഷേ നാം സ്വയം സംരക്ഷിക്കാൻ അറിഞ്ഞിരിക്കണം. എല്ലായ്പ്പോഴും എല്ലാവരെയും സഹായിക്കുന്നത് ബുദ്ധിയല്ല.